ജനറേഷൻ ഗ്യാപ്പ്, തലമുറകൾ തമ്മിലുള്ള ഒരു അന്തരം. നമ്മൾ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ മലയാളികൾ ഏതാണ്ട് ഒരു 50 വർഷത്തിലേറെയായി അമേരിക്കയിൽ സജീവമായി കുടിയേറിയിട്ട് ധാരാളം സംഘടനകളുണ്ടായിരുന്നു. ഇപ്പോഴും സംഘടനകൾ ശക്തമായി പോകുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറ അവർ കല്യാണം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങളുമായി. എന്നിരുന്നാൽ തന്നെ അവർ മലയാളി കമ്മ്യൂണിറ്റിയിൽ സജീവമായി വരുന്നുണ്ടോ, വരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ ഒരു റോഡ് ബ്ലോക്ക് എന്നുള്ള ഒരു സെൽഫ് ഓഡിറ്റിംഗ് ആണ് ഈ ഡിസ്കഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 കൊല്ലം മുമ്പ് ഞാൻ ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത എഡിസൺ ഹോട്ടലിൽ നമ്മുടെ ഗസ്റ്റായിട്ട് ഒരു ബേസിൽ ജോൺ എന്ന് പറഞ്ഞ ABC ചാനലിലെ ഒരു ആങ്കർ കുട്ടി വന്നിരുന്നു. ഈ ബേസിലിനോട് മാതൃഭൂമി ചാനലിലെ വേണു ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളെപ്പോലെ ഇത്ര ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ്റെ മുൻനിരയിലേക്ക് വരാത്തത്? ബേസിൽ പറഞ്ഞ ഒരു മറുപടി ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതായിരുന്നു. ബേസിൽ പറഞ്ഞു, എനിക്ക് 5 വയസ്സുള്ളപ്പോൾ, ഞാൻ ഓർഗനൈസേഷൻ്റെ പേര് പറയുന്നില്ല, പിതാവിൻ്റെ കൈ പിടിച്ച് ആ ഓർഗനൈസേഷനിൽ പോയി. ബേസിലിൻ്റെ ഫാദർ ആ ഓർഗനൈസേഷൻ്റെ ഒഫീഷ്യൽസിൻ്റെ ഭാഗമായിരുന്നു. ഈ അടുത്ത കാലത്ത് ബേസിലിന് അതേ ഓർഗനൈസേഷൻ ഒരു സ്വീകരണം കൊടുത്തു. ബേസിലവിടെ ചെന്നപ്പോൾ 5 വയസ്സുള്ളപ്പോൾ പോയ അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും ആ അസോസിയേഷൻ്റെ ഒഫീഷ്യലായിട്ട് ഇരിക്കുന്നത്, സ്വീകരണ പരിപാടി നടത്തുക. ഇത് തന്നെയാണ് ഒരുപക്ഷെ യൂത്തിനെ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ കുട്ടികളെ ഒരുപക്ഷെ ഓർഗനൈസേഷനിൽ നിന്ന് പിന്നോട്ടടിക്കുവാൻ ഉള്ള ഒരു കാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. കാര്യം ഒരു പുതുതലമുറയിലെ അമേരിക്കയിലെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരാളുടെ സാക്ഷ്യപത്രമാണ്. ഫോക്കാന എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് അമേരിക്കയിൽ ആദ്യമായിട്ട് ഒരു അംബ്രല്ല ഓർഗനൈസേഷനായിട്ട് വന്നത്. ഫോക്കാനയുടെ പ്രസിഡന്റുമാരാകുമ്പോൾ ഡോക്ടർ അനിരുദ്ധനും രാജൻ മാരാട്ടും ഒക്കെ 20കളിലായിരുന്നു, അതായത് 30 വയസ്സിൽ താഴെയായിരുന്നു. അതായത് ഒരു നാഷണൽ ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റായിട്ട് നിൽക്കുമ്പോൾ. ഇപ്പോൾ ഈ പറയുന്ന സംഘടനകളുടെ ഒരു ജനറൽ സെക്രട്ടറി എങ്കിലും ആകണമെങ്കിൽ ആ കടന്നു വരുന്നവർ 40 വയസ്സിന് ശേഷമുള്ളവരാണ്. ഇപ്പം നാഷണൽ ഓർഗനൈസേഷൻ്റെ 2 പേര് ഇവിടെ ഉണ്ട് നാഷണൽ ലെവലിൽ ലീഡ് ചെയ്യുന്നത്. ഒന്ന് ഫോമയുടെ പ്രസിഡന്റ് അനിയൻ ജോർജ്. എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ അനിയൻ ഏതാണ്ട് 60 അടുക്കുകയാണ് ഈ വർഷം. 60 പ്രായമല്ല. പിന്നുള്ളത് സുധീറാണ്. സുധീറും 50ൻ്റെ 60ൻ്റെ ഇടയ്ക്കുള്ള പ്രായത്തിൽ തന്നെയാണ്. ചോദ്യം അനിയൻ ജോർജിൽ നിന്ന് തന്നെ തുടങ്ങാം. അനിയൻ, എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഈ നാഷണൽ ഓർഗനൈസേഷൻ്റെ മുൻനിരയിലേക്ക് നമ്മളുടെ പുതുതലമുറ, ഇവിടെ വളർന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് വരാത്തതിൻ്റെ ഒരു കാരണം എന്താണ് അനിയൻ ജോർജ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്? പ്രത്യേകിച്ച് ഈ 2 കൊല്ലത്തെ പ്രവർത്തനങ്ങൾ അമേരിക്കയിലുടനീളമൊക്കെ സഞ്ചരിച്ച് എന്താണ് മനസ്സിലാക്കിയത്? അവരെ തടയുന്നത്? മധു ചോദിച്ച ചോദ്യത്തിന് 2 ഉത്തരങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, മധു തന്നെ ആ ചോദ്യത്തിന് ആദ്യമേ ഉത്തരം നൽകി. 5 വയസ്സിൽ കണ്ട അതേ മുഖങ്ങൾ തന്നെ ഇപ്പോഴും കാണുന്നു. അത് മാറ്റമുണ്ടാകണം. ഞാനിപ്പോൾ ന്യൂജേഴ്സിയിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. കാഞ്ച് എന്ന് പറയുന്ന അസോസിയേഷൻ, കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി, കഴിഞ്ഞ 20 വർഷമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റ്, അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വർഷം ഓരോ പ്രസിഡന്റുമാരാണ് വീണ്ടും പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല. അതായത് 20 പ്രസിഡന്റുമാരെയാണ് കാഞ്ച് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 വയസ്സുള്ള കുട്ടി അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് പുതിയ മുഖങ്ങളാണ്. അപ്പം ഈ നമ്മൾ ഈ പഴയ അസോസിയേഷനുകളെല്ലാം മാറേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഈ ബാറ്റൺ കൈമാറുക എന്ന് പറയും. ഒന്ന് ചാക്കോച്ചന് കൊടുക്കും, ചാക്കോ മത്തായിക്ക് കൊടുക്കും, മത്തായി വീണ്ടും ചാക്കോയ്ക്ക് കൊടുക്കും, ചാക്കോ. അങ്ങനെയുള്ള അസോസിയേഷനുകൾ എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ഒരു 10-60-70 അസോസിയേഷൻ ഉണ്ട്. അവര് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം ഫസ്റ്റ്. എന്നാലേ ഒരു സ്വീകാര്യത ഉണ്ടാകുന്നുള്ളൂ. കാരണം പുതിയ പുതിയ മുഖങ്ങളെ കാണും. പിന്നെ രണ്ടാമത്തെ, അതാണ് ഒരു വശം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറ്റൊരു തരം, ഈ യൂത്ത് എന്ന് പറയുന്നത് ആർക്കും പിടിതരുന്ന ആൾക്കാരല്ല. അവർക്ക് അവരുടേതായ ഒരു വേവ് ഓഫ് ലെങ്തും അവരുടെ വഴികളും അവരുടേതായ സ്വീകാര്യതയുമുണ്ട്. ഇപ്പൊ ഫോമയിൽ തന്നെ ഞാൻ പറയാം,
ഫോമയുടെ യൂത്ത് ഫോറം ഉണ്ട്. യൂത്ത് ഫോറം ഉണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള വഴികളിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുള്ളൂ. ഞങ്ങളെ ഇപ്പം ഒരു ജനറേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ അങ്കിളുമാർ അവരുമായിട്ട് ഒത്തുപോകാനായിട്ടോ അവരുമായിട്ട് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനോ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു വഴി അവർ കണ്ടെത്താനോ സാധിക്കുന്നില്ല. ഇപ്പം മിക്ക അസോസിയേഷൻ്റെ പരാതി യൂത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ലെന്നാണ്. യൂത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ യൂത്ത് ഇങ്ങോട്ട് വരുന്നില്ല. അത് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് ഈ ബ്രിഡ്ജിങ് ഓഫ് മൈൻഡ്സ് അതല്ലെങ്കിൽ ആ ഗ്യാപ്പ്, ജനറേഷൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. അനിയൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ച് അടുത്ത ആളിലേക്ക് പോവുകയാണ്. അനിയൻ അപ്പോൾ ഇനി ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ്റെ തലപ്പത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല, പ്രത്യേകിച്ച് ഫോമയുടെ ഞാൻ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ ഒരിക്കൽ പോലും പ്രസിഡന്റോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലോ ഞാൻ വരത്തില്ല. ആകെയുള്ള ഒരു സാധ്യത അഡ്വൈസറി ലെവലിലുള്ള എന്തെങ്കിലും, അതും 2 വർഷമോ ആ കാലാവധിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫോമയുടെ ഒരു മെയിൻ പൊസിഷനിൽ ഇലക്ടഡ് പൊസിഷനിലും ഞാൻ നിൽക്കില്ല. ഓക്കെ, താങ്ക് യു. Sean, you representing the youth generation here. So what's stopping you guys to come to the front end of the community? Are these uncles stopping? Also, one more question. What are you expecting from this national organization as a youth? Yeah, so thanks for having me. I just want to put this out there. Just guess how old I am. I know I look a lot, I'm sure a lot older. 16? 16? Okay. I'm 22 years old. Pretty young. When I was listening to you talking about all these organizations, for starters, I have no clue what this organization is. I was just called randomly to show up. I was introduced by someone, I don't remember his name, I believe his name starts with an S, Sudhir or Subin. And no, not against him, I'm not saying anything against him. And, the thing is, by the way, my uncle is Matthew Verghese, the Asianette dude. And the thing is, we don't know what this organization is. I still have no clue. The first thing I did after I got that call was I Googled what World Malayali Council was, found a Wikipedia page, it didn't have a lot of info, still don't know what this is. Is this like a dinner club? Is this like a meetup club? Is it a social event? I don't know what this is. 2, I heard you talking about many of the partner FOMA, FOCANA organizations. I have an idea of it. I don't know where that comes into play with the youth, because for starters, a lot of us young generations, we are meeting up with fellow friends, Malus, whites, other people, but we're doing that anyway outside. We don't need to have an event to meet up. What we as the young generation want, if we were to join a club or organization, is a time to meet fellow young adults who are in a similar field. So I just graduated from grad school at Columbia. I'm going to be starting next week at American Express as an AVP. And if I wanted to join this club, I want to join an event where we meet other young financial sector field or tech sector and gain a time to network with other folks. I don't know if there's a club available that does that. Even just looking at this room, I think we have about 180 seats, and I think only 17% of the seats are occupied. And even this demographic of the rooms, the demographic is about 40 or 50-year-old folks, maybe a lot older. The reason why there aren't youth here today is because this doesn't appeal to us. We want an organization that allows us to network with other folks, talk to other people, whether it's young South Asian folks or whether it's just to mingle with young people of the opposite gender, or just to talk about work-related stuff. We're doing that anyway outside, but I don't see a reason for this club. Are you guys talking to young adults, or are you guys networking with us? I don't know where that is. Nasir, Sean പറയുന്നത് യൂത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ പിന്നെ അവർക്ക് കിട്ടുന്നതാണ്. ഇപ്പം നസീർ തന്നെ മലയാളത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. മലയാളം സ്കൂൾ തന്നെ നടത്തുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ചില ചർച്ചകളിൽ ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ടൊരു മലയാളം ആവശ്യമുള്ളൊരു ജനറേഷനാണോ ഇവിടെ? അതുപോലെ ഷോൺ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നസീറിന് അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയാം. തീർച്ചയായും, താങ്ക് യു വെരി മച്ച്. ആദ്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന യങ് ജനറേഷനോട് ഞങ്ങൾ കുറച്ച് വയസ്സന്മാരുടെ പേരിൽ ഞാൻ ക്ഷമ ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈ ദിസ് ഗ്യാപ്പ് ഹാപ്പൻസ്, റൈറ്റ്?
ഇവിടെ വന്ന അമേരിക്കൻ മലയാളികൾ 2 ജനറേഷൻ അല്ലെ 3 ജനറേഷൻ ഗ്യാപ്പിലുണ്ടാകുക. ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. നമ്മളുടെ അതേ പ്രായത്തിൽ ഞാനൊരു 28 വയസ്സുള്ളപ്പോഴാണ് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയത്. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ജനറേഷൻ ഗ്യാപ്പുണ്ട്. കാരണം ഇന്ത്യയിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യമല്ല നമ്മൾ അമേരിക്കയെ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഞങ്ങൾ ബീച്ചിൽ പോകുന്നത് സാരി ഉടുത്ത് പാൻറ് ഷർട്ട് ഇട്ടിട്ടാണ്. ഇവിടെ ബീച്ചിൽ പോകുന്ന നമ്മൾ ബീച്ച് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയൊരു ജനറേഷൻ ഗ്യാപ്പാണ്, കൾച്ചറൽ ഷോക്കാണ്. രണ്ടാമത്, ഇന്ത്യയിൽ നിന്ന് നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ഒരു തലമുറയുടെ ഒരു 2 ജനറേഷൻ മുൻപോട്ട് പോയ ഒരു തലമുറയാണ് അമേരിക്കയിലുള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ ജനിക്കുമ്പോൾ then there is a generation gap between us and them. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവരുടെ അച്ഛനമ്മമാരോട് വടക്കിട്ട ആളുകൾ തന്നെയാണ്. കാരണം ഒരു ദന്തസിംഹാസനം എന്ന പുസ്തകത്തിൽ മനു എസ് പിള്ള എഴുതുന്നുണ്ട്, തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ ബ്ലൗസ് ഇട്ടു എന്ന ഒരു കാരണം കൊണ്ട് ഒരു സ്ത്രീയെ പുറത്താക്കിയിട്ടുണ്ട്. കാര്യം അന്ന് ബ്ലൗസ് ഇടുന്നത് കുറ്റകരമാണ്. അങ്ങനെ ഒരു ജനറേഷനിൽ നിന്നും പല സമരങ്ങളിലൂടെ, പല ആക്ടിവിറ്റീസിലൂടെ, സോഷ്യൽ മൂവ്മെന്റിലൂടെ മുന്നോട്ട് വന്ന ഒരു ജനതയാണ് നമ്മൾ. അതേസമയം അമേരിക്കയിൽ 1960s ജിം ക്രോ ലോസ് സദേൺ സ്റ്റേറ്റ്സിൽ നടന്ന കുറേ അട്രോസിറ്റീസ് നടക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ എവറി കൺട്രി, എവറി ജനറേഷൻ ഗോസ് ത്രൂ ദിസ് ജനറേഷൻ. നമ്മളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ വി കം ഫ്രം ഇന്ത്യയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ 2000-ലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. 2000-ൽ ഇന്ത്യ എങ്ങനെയായിരുന്നു ആ ഇന്ത്യയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. നമ്മൾ തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ ഞങ്ങളൊക്കെ പോകാൻ നേരത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് വൈസ്, കൾച്ചർ വൈസ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരായിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ പിച്ചക്കാരെ പോലെയാണ് ഞാൻ കാണുന്നത്. കാര്യം അവർ മുന്നോട്ട് പോയി കഴിഞ്ഞു. അവിടെ മോൾസ് വന്നു കഴിഞ്ഞു. ഇപ്പോഴും നമ്മളുടെ ഇന്ത്യൻ കടകൾ പോയി നോക്കിയാൽ പണ്ട് എങ്ങനെയായിരുന്നു ഇന്ത്യൻ കട, സബ്ജി വണ്ടിയാണ് അതുപോലെയാണ്. അതേസമയം നാട്ടിൽ പോകുമ്പോൾ നമ്മൾ ലുലു മോളിൽ പോയിട്ടാണ് പച്ചക്കറി വാങ്ങുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിലുള്ള കോൺസെപ്റ്റ് ഇതുവരെ മാറ്റിയില്ല. അതൊന്നും. 2, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം ഖലീൽ ജിബ്രാന്റെ ദ പ്രോഫറ്റ്. പുള്ളി പറയുന്നത് നമ്മളുടെ കുട്ടികളെ നമ്മൾ സ്നേഹിക്കുക, പക്ഷെ നമ്മളുടെ ബുദ്ധി നമ്മൾ അവർക്ക് കൊടുക്കരുതെന്ന്. കാര്യം നമ്മൾ നമ്മളുടേതായിട്ടുള്ള ചില കോൺസെപ്റ്റിൽ നിൽക്കുന്ന ആളുകളാണ്. ഇവരുടെ ചിന്തകളും ഇവരുടെ ഭാവിയും ഇവരുടെ സ്വപ്നങ്ങളും വേറെയാണ്. ദ ന്യൂ ജനറേഷൻ ഐ റിയലി അപ്രീഷിയേറ്റ്. കാര്യം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ജനറേഷൻ. കാര്യം നമ്മൾ വന്ന ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും അതിരുകൾ ഭേദിച്ചുകൊണ്ട് ഒരു ഹ്യൂമാനിറ്റി, ഓൾ ഹ്യൂമൻസ് ആർ ഈക്വൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ഒരു പുതിയ തലമുറയാണ് അമേരിക്കയിലുള്ള ഇന്ത്യൻ ജനറേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാർ, മലയാളികൾ എന്നുള്ള ഒരു ഗ്രൂപ്പില്ലാതെ they try to mingle with everyone. They try to mingle with all kind of races, all kind of people from different background, and they treat others as the same human beings, like same value. And like he said, he very clearly articulated it, very, very beautifully. So നമ്മൾ ഇപ്പോൾ നോക്കുന്നത് മലയാളികൾ എന്നുള്ള ഒരു ചെറിയ ഒരു ബോക്സിൽ നമ്മുടെ കുട്ടികൾ ഒതുക്കി വെക്കാൻ നോക്കിയാണ്. ഐ ഡോണ്ട് സേ ബാഡ് തിങ് അബൌട്ട് ഇറ്റ്, ബിക്കോസ് ദാറ്റ്സ് വാട്ട് എവറി ഹ്യൂമൻ ബീയിങ് ഡസ്. ദേ വാണ്ട് ടു പുട്ട് their kids into their own tribe. ആ ഒരു മനസ്ഥിതിയിൽ നിന്നും പുറത്തേക്ക് മാറി ചിന്തിച്ചാൽ what these people doing are the right thing. For that, what we need to do is we need to try to bring them to what they want. So what we are trying to do right now is നമ്മൾ നമ്മളുടെ ബോക്സിലേക്ക് കൊണ്ടുവരാൻ നോക്കണം. That box they don't belong to. They belong to the future, right? നമ്മൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു ഫ്യൂച്ചറിലേക്കാണ് അവർ പോകാൻ പോകുന്നത്. So maybe we should think and act like what they think and they act. അപ്പോൾ അവർ നമ്മളുടെ കൂടെ വരുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ മലയാളത്തിൻ്റെ കാര്യം പറയാതിരുന്നത് ലാംഗ്വേജ് മാത്രമല്ല, ലാംഗ്വേജ്, ഭക്ഷണം, വസ്ത്രം. നമ്മുടെ നാട്ടിൽ സാരിയിൽ നിന്നും ചുരിദാറിലേക്ക് മാറി. ഇവിടുത്തെ കുട്ടികൾ അതും കഴിഞ്ഞ് പുതിയ മോഡേൺ ഡ്രസ്സിലേക്ക് വരുന്നു. പണ്ട് ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഞാൻ വളർന്നൊരു മുസ്ലിമായിട്ടാണ്, എൻ്റെ ഭാര്യ ഹിന്ദുവാണ്. 2000 ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ വെരി റെവല്യൂഷണറി തിങ്. ഇപ്പോൾ എൻ്റെ മകൻ വന്നിട്ട് പറയണം, അല്ല എൻ്റെ മകൻ വന്നിട്ട് ഐ എം ഗോയിങ് ടു മാരി എ ബോയ് എന്ന് പറഞ്ഞാൽ ഐ വിൽ സ്റ്റിൽ അക്സെപ്റ്റ്, ബിക്കോസ് ദാറ്റ് ഈസ് ദ നെക്സ്റ്റ്. LGBTQ എല്ലാം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കോൺസെപ്റ്റിലാണ് പുതിയ തലമുറ നിൽക്കുന്നത്. Let us try to embrace them. Only thing what we should do is we should love them unconditionally. That's it. Thank you. Yeah, I want to add to that. Yeah. Like, what a lot of us
What a lot of us folks want is we want to retrieve some type of empirical value to this. You know, if I spend 1 hour of my Saturday here, what is the result and what am I getting out of it? And I was just looking at my phone. There is a young South Asian organization that's doing just that, which is hosting social events where they give out contact details. They add you to a list of a website where you can connect with other South Asian folks to, again, find jobs, find positions, move up in company. There may be other Malayalis. There's Malayalis everywhere, in government, in politics, in businesses. We need to find, or at least, I don't want to tell you what you guys to do, but recommendation would be to maybe, I don't know if you guys have a social media presence, put out statements on events that are happening, right? A lot of us folks, I've noticed, are very reactive to stuff that's going on. Like, I am also a member of the Republican Party in Staten Island. I'm also the secretary of the Richmond County Republican Party. When there's a new thing that goes on, Roe v. Wade or maybe a new tax bill, we respond. You know, a lot of us folks like to see organizations that respond and would love to be part of a group that will act and react and do something about it. Sean George. Yeah, I just want to respond to Sean's speech on what you have discussed. I can resonate what you're saying because I also have a 22-year-old son, and I can resonate with what you're saying. What you are expecting and what we are providing is entirely in two different platforms. Okay, so I know we have a lot of organizations which are absolutely not meeting what the new generation is wanting. But I think these organizations have to start understanding what is the need for these young generations, what are their needs. And might be your need is not what our generation is looking for, and what your need is not being met to. So basically what you said is that the younger generation is looking more for networking. So they like to meet more people which will advance in their career or in their life or to meet their partners. This is what they are looking for. And most of our organization is not to that. Like maybe our organizations are like more stereotypical of conducting certain events and things and stuff. As you mentioned, even if I ask my kids, do you know any of the organization existing? No, they will say no. That's my fault also, basically because I have not introduced them to all these organizations, how they can benefit. In that way, as youngsters, when you see we can be beneficial for you all to guide you and to get you understand what the previous generation, what are the values of that generation had held on to, what is our culture. There's no harm in coming out. As the younger generation is expecting us to get out of the box and think the same way, we are also wanting the younger generation to understand the culture and what they came from, because it's always nice to know your roots. It's always nice to know what culture we held to. So I always say that as you all want this generation, our generation, to think out of the box and come up to you, you all also can approach us and say, hi, dad or mom or whatever organization is there, please let us know what is happening in this time, what happened, and it's always nice to know the history of it. Sean, you also get an answer from Anian George, the only president with the panelist, National Organization President. Anian, you get the answer in English at the end. Okay. JP, we Rayban വന്നിറങ്ങുന്ന ഉടനെ തന്നെ നാട്ടുകാരെല്ലാം വന്നാട്ടെ ഇരുന്നാട്ടെ എന്നൊക്കെ പറഞ്ഞു. രണ്ടാഴ്ച കഴിയുമ്പോൾ അവർ ചോദിക്കും എന്തോടെ പോകുന്നില്ലെന്ന് ചോദിക്കും തിരിച്ച് അല്ലേ. അപ്പം അതിനകത്തൊരു ആൻസറുണ്ട് ഇൻഡയറക്റ്റ്ലി. മീൻസ് ഒരു ഇമിഗ്രൻറ്റ് എവിടെ ആയാലും ഇമിഗ്രൻ്റ്, നമ്മൾ നാട്ടിൽ ചെന്നാലും ഇമിഗ്രൻ്റാണ്, ഇവിടെ ആയാലും ഇമിഗ്രൻ്റാണ്. പക്ഷേ അമേരിക്കയിലേക്ക് ആദ്യം വന്നപ്പോൾ എല്ലാവർക്കും നൊസ്റ്റാൾജിയ ഉണ്ടായിരുന്നു. ഇപ്പം കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്, മുരിങ്ങയ്ക്ക്, നമുക്ക് എന്തെല്ലാം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ നൊസ്റ്റാൾജിയുടെ കൂടെ ട്രാവൽ ചെയ്യുന്നതിലൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ റിലീജിയസ് ആക്ടിവിറ്റീസ് ആയാലും നമ്മുടെ നാട്ടിൽ നിന്നുള്ളത് ഇങ്ങോട്ട് നമ്മൾ പറിച്ചു കൊണ്ടുവരാനൊക്കെ നോക്കിയിട്ടുണ്ട്. ശരിക്കും ഈ നൊസ്റ്റാൾജിയ ഐറ്റംസുകൾ ഗിവപ്പ് ചെയ്തിട്ട് ഓക്കെ
ഈ പുതിയൊരു ജനറേഷന് വേണ്ട ഒരു ഫൗണ്ടേഷൻ നമ്മൾ കൊടുക്കേണ്ടിയ അവരിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ഇതുവരെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ചെയ്യുന്നതൊക്കെയാണ് ശരി, കുട്ടികൾ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷേ കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അവർക്കെന്തോ ഇതൊരു കോമഡി പോലെ തോന്നുന്നു ജെപിക്ക് തോന്നുന്നു. അതിൻ്റെ ആ ചോദ്യത്തിന് എൻ്റെ ഒറ്റ ഉത്തരം ശരിയാണ്. ട്രൂ, ഇറ്റ്സ് വെരി ട്രൂ. ബട്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ലെറ്റ് മീ ടെൽ യു ലൈക്ക് the topic, I'll start with English. So today's topic is generation gap, and I think Sean recently addressed and pointed out or brought to the stage the maximum, what would give a maximum impact to it. Having said that, generation gap is not just one particular issue. Generation gap is a platform. Generation gap in the പറയുന്നത്, it's a broader platform on which we have got different verticals built. ഒന്ന് domestic, വീട്ടിലെ family generation gap. The other one സാമൂഹ്യമായിട്ട് കമ്മ്യൂണിറ്റിയിലുള്ള generation gap. Business, work ethics, attitude, വിശ്വാസങ്ങൾ, religious generation gap. So if you say like this is a platform, these are verticals. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് എടുക്കുന്നത്, there's a confusion in the topic itself. Let me be very clear. നമ്മുടെ ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷനെ എന്ത് പകർത്തുന്നു എന്നുള്ളതാണോ, അത് വാട്ട് വാല്യൂസ് ആർ വി ആഡിങ് ടു ദാറ്റ് എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത് ആദ്യമായിട്ട്. സോ ജനറേഷൻ ഗ്യാപ്പ് ഇസ് എ വെരി ബ്രോഡ് തിങ്. സോ I don't think we are discussing about that. But how we can impact our next generation being a part of what we are trying to do എന്നുള്ള ചോദ്യമാണ് എന്നുണ്ടെങ്കിൽ അതിനോട് എനിക്കുള്ള ഉത്തരം വളരെ വാസ്തവമാണ്. ഇന്നത്തെ നമ്മുടെ മക്കൾ ചിന്തിക്കുന്നത്, അപ്പന് തൊഴിലൊന്നുമില്ല, ശനി തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ എപ്പോഴും ഫോണിൽ അസോസിയേഷൻ, അത് ഇത് മീറ്റിംഗ്, അവൻ ഇവൻ എന്ന് സംസാരിക്കും. ശനി ഞായറായി കഴിഞ്ഞാൽ ഞങ്ങളെ എവിടേക്ക് വലിച്ച് വേഷം കെട്ടിച്ച് വലിച്ചു കൊണ്ടുപോകും. ഒന്നില്ലെങ്കിൽ ഒരു പാട്ട് പാടാനോ സ്റ്റേജ് കയറ്റാനോ. ദിസ് ഇസ് വാട്ട് ദിയർ ആറ്റിറ്റ്യൂഡ് ഈസ്, ആൻഡ് ദാറ്റ്സ് വെരി ട്രൂ. ലെറ്റ് മീ സേ, നമ്മൾ നമ്മുടെ ആ ഒരു പദവി മോഹത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ what do you call our quest for publicity, നമ്മൾ നമ്മുടെ മക്കളുടെ താല്പര്യങ്ങൾ, അവർക്ക് എന്താ വേണ്ടത് എന്നുള്ളത് മറന്നുപോയി. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ ഈ കാര്യനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ, 45 കൊല്ലത്തിനും മേലെ ഒരു പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ്. അന്ന് 45 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു 10-15 കുടുംബങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? അന്ന് വളരെ ചുരുക്കം മലയാളികൾ ന്യൂജേഴ്സിയിലുള്ള ആ സമയത്ത് ഈ കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് കാണാനും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാനും കൂടാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളൊരു, അങ്ങോട്ടും ഇങ്ങോട്ടും സുഖദുഃഖങ്ങൾ പങ്കിടുക എന്നുള്ളതായിരുന്നു ഒരു ഉദ്ദേശം. 45 കൊല്ലങ്ങൾക്ക് ശേഷം ഇന്ന് അതല്ല കാണുന്നത്. ലെറ്റ് മീ ബി വെരി ഹോണസ്റ്റ്. ഇന്ന് അവനവൻ്റെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയാനും അവനവൻ്റെ സ്വന്തം പബ്ലിസിറ്റിക്കും, പിന്നെ ഇതിൽ നിന്ന് മറ്റേ നാഷണൽ സംഘടനകളിലേക്ക് മത്സരിക്കാനും അതിനുള്ളൊരു ആവേശം. നോക്ക്, ഞാൻ ഇവിടുത്തെ ഒരു വലിയൊരു സ്ട്രോങ് മാനാണ്. ഐ വോണ്ട് ടു ഗോ ഹയർ അപ്പ്, ആൻഡ് ദിസ് ഇസ് എ ഫാക്ട്. ഐ ഡോണ്ട് കെയർ വാട്ട് യു തിങ്ക് അബൌട്ട് മീ. ദിസ് ഇസ് വാട്ട് വി സീ. ഓപ്പൺ ദ ഫേസ്ബുക്ക്. ഈ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ ഇത് ചെയ്തു, 100 ലൈക്ക്, 150 ലൈക്ക്. Come on, man, change. Change. Wait, Madhu, I'm not finished. Change. That needs to change. സംഘടനകൾ എന്തിനാണ് election? National level politics you need election because those are ideologies. ഒരു സംഘടന എന്ന് പറഞ്ഞു വരുമ്പോൾ അവിടെ നമ്മുടെ സമയം, വിലപ്പെട്ട സമയം അത് മാറ്റി വെച്ച് സംഘടനയിലേക്ക് വരുന്നത് പൊതുസേവനത്തിനാണ്. ഈ പൊതുസേവനത്തിൽ എന്തിനാണ് സർ മത്സരം? വാട്ട് ഇസ് ദ election? ഓക്കെ, എനിക്ക് ഇന്നിപ്പോൾ അത് ലീഡ് ചെയ്യണം, എനിക്ക് സമയം ഉണ്ട്, എനിക്ക് പറ്റില്ല, അനിയൻ ടേക്ക് ഓവർ, അല്ലെങ്കിൽ അനിയൻ നിൽക്കുകയാണെങ്കിൽ ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ. ഒരു കൊല്ലം നമ്മുടെ ആ സമയം മാറ്റി വെക്കുന്നതാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സംഘടനയിൽ. അതിന് പോലും നമുക്ക് ക്ഷമയില്ല. നമ്മൾ മത്സരിക്കണം എന്ന് പറയുമ്പോൾ അന്ന് ആ സംഘടന പിളർന്നു, അതിൻ്റെ ഉദ്ദേശങ്ങൾ തകർന്നു. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നതിനൊക്കെ ബിക്കോസ് ജനാധിപത്യം എന്ന് പറയും, ഡെമോക്രസി എന്ന് പറയും. ബട്ട് വെൻ an election comes, ഇന്ന് ഇലക്ഷനിൽ ഞാനും അനിയനും മത്സരിച്ചു, അനിയൻ ജയിച്ചു. പക്ഷെ ഞാൻ സ്റ്റേജിൽ കയറി അനിയനെ കെട്ടിപ്പിടിച്ചു, അനിയന് ഞാൻ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ മനസ്സിലുള്ളതാ ചിന്തിക്കുക, അനിയ ഒരു കൊല്ലം നീ എങ്ങനെ ഈ സംഘടന നടത്തുമെന്ന് ഞാൻ കാണുന്നു.
ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കും കൊടുത്തു, അത് വേറെ കാര്യം. സോ ഇങ്ങനത്തെ സംഘടനകളിൽ നിന്ന് വാട്ട് ആർ വി ഗിവിംഗ് അവർ നെക്സ്റ്റ് ജനറേഷൻ? നത്തിങ്. സംഘടനകൾ നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജ്. നമ്മൾ ഇന്നിപ്പോൾ എത്ര ഐ സി ലൈക്ക് ഓൾ ദീസ് ലേഡീസ് ആർ ഇൻ ദ സാരീസ്, ദാറ്റ്സ് അവർ കൾച്ചറൽ ഹെറിറ്റേജ്. Now, your parents are cultural shock. That's different. That's not generation gap. Cultural shock is like when you come to a different society where things are different, the way of dressing, the way of thinking. That's a cultural shock. But generation gap എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആ ഒരു we are very rich in culture. ഓക്കെ, ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അടിച്ചു താഴ്ത്തലുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം സംഭവിച്ചു. അതിനപ്പുറം ഒരു മനോഹരമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലുള്ള നമ്മുടെ ആ പാരമ്പര്യം അത് നമ്മുടെ മക്കളിലേക്ക് കാട്ടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വെരി വെരി ഗുഡ്. അടയ്ക്കാവുന്നവരെ മടി കുത്താൻ പറ്റില്ല, ടൗണായ മടി കുത്താൻ പറ്റില്ല. അപ്പോൾ ഈ നന്ന ചെറുപ്പത്തിൽ അവരെ ഇതിലേക്ക് കൊണ്ടുവരിക. 15-16 വയസ്സിന് ശേഷം ദേ ഹാവ് ടു എക്സസൈസ്, ദേ വോണ്ട്, ഓ ഡാഡ് ഐ ഡോണ്ട് വാണ്ട് ടു കം, ഹേ മോം ഐ ആം സോറി ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വി കനോട്ട് കമ്പൽ ദം. ബട്ട് വി ഹാവ് ടു മേക്ക് തിങ്സ് ഇൻട്രസ്റ്റിംഗ് ഫോർ ദം. വി ഹാവ് ടു ഷോ ദം വാട്ട് വി ആർ ട്രൈങ് ടു ഡു. നമ്മളിൽ നിന്നുള്ള ഈ പോളിറ്റിക്സ് എല്ലാം മാറ്റി വെച്ച്, നമ്മളിൽ നിന്ന് ഈ പദവി മോഹങ്ങൾ 25 കൊല്ലം അട്ടേമാരി പോത്തട്ടേമാരി അവിടെ ഒട്ടിയിരിക്കാതെ we need to share. That's what we need to do. That itself will solve the generation gap. Thank you. ബൈജു, ജെ.പി. പറഞ്ഞത് താങ്കളൊരു സ്ട്രോങ് മാനാണ്. ഈ ഓർഗനൈസേഷനുകൾ ജെ.പി. പറഞ്ഞിരിക്കുന്നത് പോലെ ഇലക്ഷന് വേണ്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വഴിമാറി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ അസോസിയേഷനുകളും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. മിസ്റ്റർ അനിയൻ ജോർജ് ഇപ്പോൾ കേരള അസോസിയേഷൻ ന്യൂ ജേഴ്സിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾക്ക് ആ ജനറേഷൻ ഗ്യാപ്പ് ഇപ്പോൾ കേരള അസോസിയേഷൻ ന്യൂ ജേഴ്സി തന്നെ 40 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും കഴിഞ്ഞതിൻ്റെ മുന്നേ വർഷമാണ് ആദ്യമായിട്ട് ഒരു നമ്മുടെ സെക്കൻഡ് ജനറേഷനെ പ്രതിനിധീകരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ജയൻ ജോസഫ് ആദ്യമായിട്ട് കാഞ്ചിൻ്റെ പ്രസിഡൻ്റായിട്ട് കടന്നു വന്നത്. അപ്പോൾ ജയനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ജനറേഷൻ ഗ്യാപ്പിലേക്ക് വേണം. ജയൻ 2 ജനറേഷനെ പ്രതിനിധാനം ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള ഒരു സെക്കൻഡ് ജനറേഷനാണ്. നോട്ട് ഓൾ കിഡ്സ് ആർ ലൈക്ക് ദാറ്റ്. ഓക്കെ, ജയന് അമേരിക്കൻ ഇവിടുത്തെ സെക്കൻഡ് ജനറേഷൻ ആൾക്കാരോട് അവരുടെ നന്നായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആളും നാട്ടിൽ നിന്ന് വന്ന എമിഗ്രൻ്റ് ആൾക്കാരോട് നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ജയന ഓർഗനൈസേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള അസോസിയേഷനുകളും ഉണ്ട്, എല്ലാം ഒരേപോലെ അല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 കാര്യമാണ്. ഒന്ന്, ജനറേഷൻ ഗ്യാപ്പിനെക്കാട്ടി മേളിലായിട്ട് ഒരു കൾച്ചറൽ ഗ്യാപ്പ് നമുക്കുണ്ട്. കൾച്ചറൽ ഗ്യാപ്പ് ഇവിടുത്തെ എമിഗ്രൻ്റ് കമ്മ്യൂണിറ്റി 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന്, ഇവിടെ ഉള്ള സെക്കൻഡ് ജനറേഷൻ ആളുകളോടുള്ള വലിയ കൾച്ചറൽ ഗ്യാപ്പും നമ്മൾ നാട്ടിൽ നിന്ന് അന്ന് 90കളിലോ 80കളിലോ വണ്ടി കയറി അവിടെ നിന്ന് വന്ന ഒരാളായിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ അവരുമായിട്ടുള്ള ഒരു കൾച്ചറൽ ഗ്യാപ്പ് ഒരു ജനറേഷൻ 2 തരത്തിലുണ്ട്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർ മുഴുവൻ നാട്ടിൽ നിന്ന് പോരുമ്പോൾ കൊടിയും കുരിശും മുത്തുക്കൊടിയും അമ്പലം പള്ളിയായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ കൾച്ചറിലേക്ക് നമ്മളെ പിള്ളേരെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക. ഇപ്പൊ സാരി ഉടുത്ത് അല്ലെങ്കിൽ സൽവാർ ഇട്ടിട്ട് ഒരു പബ്ലിക് ഫംഗ്ഷന് പോകുമ്പോൾ അവർക്ക് അതിനോട് താല്പര്യമുണ്ടല്ലോ. അവർ ദേ മേ തിങ്ക് ദാറ്റ് വൈ ഷുഡ് ഐ ഡു ദിസ് ഫാൻസി ഡ്രസ്. അങ്ങനെ എൻ്റെ മോള് വീട്ടിൽ അമ്മയോട് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവൾക്കത് താല്പര്യമില്ല എപ്പോഴും. അപ്പൊ അത് മനസ്സിലാക്കി അവരുടെ രീതിക്ക് വിട്ടിട്ട് നമ്മൾ ഈ പറയുന്ന ഈ കൾച്ചറിൽ നിൽക്കാൻ അല്ലെങ്കിൽ അതിനകത്തേക്ക് അവരെ വലിച്ചുകൊണ്ട് വരാതിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അത് ഏറ്റവും വലിയൊരു സഹായം. മാഡം ഈ ഒരു അധ്യാപികയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം കൊച്ചുമോനോടൊപ്പം ധാരാളം സമയം ഇവിടെ ചെലവഴിച്ചിട്ടുമുണ്ട്. അപ്പം മോൻ വളർന്നു ഇപ്പം നല്ല നിലയിൽ ഒരു ഡിബേറ്ററായിട്ടും നല്ലൊരു പ്രാസംഗികനായിട്ടൊക്കെ വരുന്നത് കണ്ടു. ഒരുപക്ഷെ നിങ്ങൾ ആ മോൻ വളർന്ന സാഹചര്യം ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമായിരിക്കാം ഒരു ഓർഗനൈസേഷൻ ലെവലിൽ മറ്റുള്ള വീടുകളിലെ കുട്ടികൾക്ക് കിട്ടാത്തത്. ഒരുപക്ഷെ അധ്യാപകരുടെ ഒരു ശിക്ഷണമൊന്നും എല്ലാ വീടുകളിലും കിട്ടണമെന്നില്ല. ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ ഇവിടുത്തെ ഓർഗനൈസേഷനുകൾ കുട്ടികൾക്ക് വേണ്ടി ഏത് രീതിയിലുള്ള ഒരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്? ശരിക്കും മാറേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഈ ജനറേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ തലമുറകൾ തമ്മിലുള്ള അകലമെന്നോ വ്യത്യാസമെന്നോ വിടവ് എന്നൊക്കെ അതിന് നമുക്ക് മലയാളത്തിൽ പറയാം. ഇത്
അനുസ്യൂതമായി ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് നമ്മൾ മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമെന്നോ ഒരു പ്രക്രിയയെന്നോ പറയാം. ജനറേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം. അതിൽ തലമുറകളെ പഴിക്കുക എന്നുള്ളതാണ് നമ്മൾ പൊതുവെ എന്നെ പോലെ ഒരു പ്രായമായവർ ഇപ്പോൾ എന്തോ ചെറുപ്പക്കാരുടെ ഇടയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഞങ്ങളുടെ കാലത്തായിരുന്നു എല്ലാ നന്മകളും നിലനിന്നിരുന്നത് എന്നിങ്ങനെ പഴിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അമ്മൂമ്മ അവരൊക്കെ ഇപ്പോഴുണ്ട്, അതെല്ലാം ഞങ്ങളുടെ കാലത്തായിരുന്നു, ഇപ്പോഴൊരു നല്ലതുമില്ല, എല്ലാം നമ്മുടെ കാലത്തായിരുന്നു. അങ്ങനെ തലമുറകളെ അടച്ചാക്ഷേപിക്കുകയോ പഴിക്കുകയോ ചെയ്യുന്ന പക്ഷത്തല്ല ഞാൻ. നല്ലത് ചിന്തിക്കുന്നത്, സ്നേഹിക്കുന്നത് എവിടെയൊക്കെ ഉണ്ട്, അവർ അങ്ങനെയുള്ള ജനത, അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള മനുഷ്യർ എവിടെയൊക്കെ ഉണ്ട്, അവിടെ നന്മയും അതുപോലെ നല്ല മനുഷ്യരെ സ്നേഹിക്കുന്ന കുട്ടികളുമൊക്കെ ഉണ്ടായി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ കണക്കുകൂട്ടലിൽ ഈ പുതിയ തലമുറ ശരിക്കും ഒരു വലിയ അവസരമാണ് കുട്ടികൾക്ക് ഇതുപോലുള്ള കൂടിച്ചേര അസോസിയേഷനുകളുടെ പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്നത്. ഒരു നാടിനോടുള്ള നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ അത് നാഭീനാള ബന്ധം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പൊക്കിൾക്കൊടിയിൽ നിന്ന് തുടങ്ങുന്നതാണ്. അമ്മയുടെ ആ പ്രസവ സമയത്ത് അമ്മയുടെ രക്തത്തിലൂടെ ഒരു കുഞ്ഞിൽ അലിഞ്ഞു ചേരുന്ന, പകർന്നു കിട്ടുന്ന മഹത്തായ ഒരു കാര്യമാണ് മണ്ണിനോടുള്ള സ്നേഹം. അവനവൻ്റെ നാടിനോട് അമ്മയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അമ്മ നമ്മൾ മാതൃരാജ്യം എന്ന് പറയും, ആ രാജ്യത്തോടുള്ള സ്നേഹം. ഏത് നാട്ടിൽ ജീവിച്ചാലും, എവിടെ ജനിച്ചാലും, എവിടെ ജീവിച്ചാലും, എവിടെ വളർന്നാലും, എവിടെയൊക്കെ അത്യുന്നതങ്ങളിൽ എത്തിയാലും സ്വന്തം നാടിനെയും അതിൻ്റെ സംസ്കാരത്തെയും മറക്കാതിരിക്കുക എന്നാണ് എൻ്റെ കൊച്ചുപോൻ ഉൾപ്പെടെയുള്ള മക്കളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മാത്രമേ ഒരു വ്യക്തി പൂർണ്ണതയിലെത്തൂ എന്നും എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം പല നാടുകളിൽ ആണ് ഒരിടത്ത് ജനിക്കുന്നു, ഒരിടത്ത് പഠിക്കുന്നു, മറ്റൊരിടത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ അവരുടെ വേരുകൾ എവിടെയാണെന്ന് സ്വാഭാവികമായിട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം കൊടുക്കണം. എവിടെയാണ് എൻ്റെ വേരുകൾ, എൻ്റെ അമ്മ, എൻ്റെ തലമുറ, എൻ്റെ പൂർവികർ, അവരെനിക്ക് എന്ത് തന്നു എന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർ എത്തിക്കണം. അതിന് ഭാഷ, മറ്റു കാര്യങ്ങളൊന്നും തടസ്സമാകാനും പാടില്ല. ഈ ശരിക്ക് ഇത്തരം അസോസിയേഷൻ ഇവിടെ ഒത്തിരി ആദ്യം കേട്ട പൊക്കാനയിൽ നിന്നും പിന്നെ കുറേ സംഘടനകളുടെ പേരിൽ ഓരോ നാടിനും പ്രത്യേക സംഘടനകളുണ്ടെന്നാണ്. ഫ്രണ്ട്സ് ഓഫ് തിരുവല്ല, തിരുവനന്തപുരത്തെ കൂട്ടുകാർ എന്നൊക്കെ പറഞ്ഞ ഓരോ സംഘടനകൾ നാടിനെ ബേസ് ചെയ്തുകൊണ്ടെന്നാണ് പറയുന്നത്. എല്ലാം നല്ലത് തന്നെ. നമ്മൾ ഓരോ വീടുകൾ ചേർന്നാണല്ലോ, പല പല വീടുകൾ ചേർന്നൊരു കൂട്ടം, അങ്ങനെയുള്ള കൂട്ടങ്ങൾ ചേർന്നൊരു സമൂഹം, അങ്ങനെയാണ്. അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും ചെറിയ ഘടകം എന്നുള്ള നിലയ്ക്ക് കുടുംബത്തിനുള്ള പ്രാധാന്യം നമ്മൾ മറന്നുകൂടാ. ആ കുടുംബങ്ങളുടെ ഒത്തുചേരൽ നമ്മൾ എന്നും പ്രാധാന്യത്തോടെ കാണണം. പക്ഷെ ഇത്തരം സംഘടനകളിൽ, ഇത്തരം കൂട്ടായ്മകളിൽ, കൂടിച്ചേരലിൽ പങ്കെടുക്കാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വലിയ താല്പര്യമില്ല എന്നാണ്. ഇവിടെ കുറച്ച് ദിവസത്തെ താമസത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ എൻ്റെ മകളുടെ ഒപ്പം താമസിക്കാം. അപ്പോൾ എനിക്ക് ആ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ പുറത്തിറങ്ങി ഇതുപോലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. വളരെ ഞാനത് എൻജോയ് ചെയ്യും, വളരെ ആസ്വദിക്കും. അപ്പോൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ കൊച്ചുമക്കൾ, കേരളീയരായിട്ടുള്ള കൊച്ചുമക്കൾ ഈ അന്യനാട്ടിൽ വന്ന് അവരുടെ രീതികൾ, അവരുടെ ജീവിതം, അവരുടെ വീക്ഷണം, അവരുടെ മനോഭാവം, മറ്റുള്ളവരോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഇതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ വളരെ കൗതുകത്തോടെ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും വളരെ കുറച്ച് കുട്ടികൾ, തീരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഞാൻ വിചാരിക്കുന്നത് പോലുള്ള കൊച്ചുമക്കളായി എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അത് വളരെ സങ്കടപ്പെട്ട ഒരു കാര്യമാണ്. അവർ ഈ നേരത്തെ പലരും സൂചിപ്പിക്കുകയുണ്ടായി, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, വരുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കിത് താല്പര്യമില്ല. ആദ്യം പറയണം ഞങ്ങളതിൽ താല്പര്യമില്ല, ഞങ്ങൾക്കത് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ആ ഒരു താല്പര്യക്കുറവ് വലിയ ഒരു വാതിൽ നമുക്ക് സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും അനുഭൂതികൾ, ഒരുപാട് എന്തെല്ലാം നന്മകൾ ചികഞ്ഞെടുക്കാനുള്ള ഒരു വേദി അവർക്ക് നഷ്ടപ്പെടുത്തുകയാണ്. വലിയ വാതായനങ്ങൾ കുട്ടികൾ കൊട്ടിയടയ്ക്കുമ്പോൾ ഇവിടുത്തെ രക്ഷിതാക്കൾക്ക്, കേരളത്തിൽ കുറച്ചുകൂടെയൊക്കെ സ്ട്രിക്റ്റായിട്ട് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോവുകയും പിന്നെ കുറച്ചുകൂടെ ലിബറലാണ്. ഇതിനെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള ഒരു കരുത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ അമ്മ മക്കളായിട്ട് വളരുന്ന കുട്ടികളെക്കാൾ കൂടുതൽ ഇവിടുത്തെ കുട്ടികൾക്കുണ്ട്. എങ്കിലും അതിൻ്റെ ഒപ്പം നമുക്ക് വേണ്ടത് ഈ കൂട്ടായ്മകളിലൂടെ കിട്ടുന്ന ഒരു അത് അവരുടെ ജോലിയെയോ അവർക്ക് കിട്ടാൻ പോകുന്ന പദവികളെയോ അല്ല ബാധിക്കുന്നത്.
അവരുടെ മനുഷ്യത്വത്തെ, അവരെത്രത്തോളം നല്ലൊരു മനുഷ്യനാകുമെന്നുള്ളതിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പൂർണ്ണ വ്യക്തിയിലേക്കുള്ള ഒരു പരിവർത്തനത്തിന് ഇത്തരം കൂട്ടായ്മകൾ ഉപകരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കുന്നതും വലിയ കാര്യമാണ്. അതിൻ്റെ ലക്ഷ്യം വളരെ സങ്കുചിതമായി പോകാതെ അതിൻ്റെ ഭാരവാഹികൾ ശ്രദ്ധിക്കുക. അതെനിക്ക് പറയാനുണ്ട്. ഒരു ലക്ഷ്യം, നമുക്കൊരു വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്താൽ അതിൻ്റെ ചെറിയൊരു ഭാഗമെങ്കിലും നമുക്ക് സഫലമാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം.